നമ്മളുടെ 10th റിസൾട്ട് അറിഞ്ഞ് ഇനി +1 പോകാൻ പോകുന്ന മക്കളോടാണ് ഈ ഒരു കാര്യം പറയാനുള്ളത്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ പോകുന്നത് +1 അപ്പോൾ ഈ +1 +2 നിങ്ങൾക്ക് നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2-year പ്ലാൻ ആണ് മിസ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാനിങ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പം 2 വർഷത്തെ പ്ലാനൊക്കെ അയ്യോ മിസ് 2 വർഷത്തേക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യണോ എന്ന് എൻ്റെ കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. 2 വർഷത്തേക്കുള്ള ഡേ ടു ഡേ പ്ലാൻ അല്ല മിസ് പറയുന്നത്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ, ഈ വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു നീറ്റ് പോലത്തെ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടത്, ഏറ്റവും ബേസിക്സ് എന്താണ്, അതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് 2027 കാരണം 2025 നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്യും, 2026 നിങ്ങളുടെ +1 എക്സാം നിങ്ങൾ എഴുതുന്നത്. ആൻഡ് 2026 നിങ്ങൾ +2 സ്റ്റാർട്ട് ചെയ്യും, 2027 നിങ്ങളുടെ +2 പബ്ലിക് എക്സാമും കഴിയും. അതേപോലെ തന്നെ ആ വർഷം മെയ്യിലായിരിക്കും നിങ്ങളുടെ നീറ്റ് എക്സാം വരുന്നത്. അപ്പോൾ ഈ 2 വർഷങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓക്കെ, അതിനൊരു ബേസിക് പ്ലാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന MBBS എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ നീറ്റ് 2025 to 27. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT അല്ലേ, നിങ്ങൾ പഠിക്കുന്ന +1 +2 നിങ്ങൾ പഠിക്കുന്ന NCERT ആണ്. പക്ഷേ എന്നാലും നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്കൊരു സെപ്പറേറ്റ് സിലബസ് ഉണ്ട്. ഈ സിലബസ് എവിടെ കിട്ടും? നിങ്ങളുടെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ബുള്ളറ്റിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് സിലബസ് കിട്ടും. അപ്പോൾ എന്തിനാണ് സിലബസ് NCERT ആണെന്നല്ലേ പറയുന്നത്? NCERT കംപ്ലീറ്റ് പഠിച്ചാൽ പോരെ? മതി, NCERT കംപ്ലീറ്റ് പഠിച്ചാൽ മതി. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തെങ്കിലും NTA ഈ നീറ്റിൻ്റെ സിലബസിൻ്റെ അകത്ത് ആ ഡിലീറ്റ് ചെയ്തതിൽ കുറച്ച് പോർഷൻസ് അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് വരും. അപ്പോൾ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പറയാൻ കാരണം, ഈ സിലബസിനകത്ത് നമ്മൾ NCERT ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും എന്നാൽ സിലബസിൽ നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്യണം, വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ എന്ത് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്തേതായിട്ടാണ് റിസോഴ്സസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുക്സാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ബുക്സാണെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയും NCERT. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങളൊരു അറിവില്ലാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പല മക്കളും പറ്റിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ഈ ബുക്ക് പഠിച്ചു, ആ ബുക്ക് പഠിച്ചു, അങ്ങനെ മാർക്കറ്റിലുള്ള കംപ്ലീറ്റ് ബുക്സും നമ്മൾ വാങ്ങിക്കും. അങ്ങനെ കംപ്ലീറ്റ് ബുക്സ് നമ്മൾ ഒരാൾ പറയും ഈ ബുക്ക് നല്ലതാണ്, മറ്റേ ആൾ പറയും വേറെ ബുക്ക് നല്ലതാണ്, ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ പല ബുക്സ് വാങ്ങിക്കും. ഓക്കെ, പല ബുക്സ് പഠിക്കേണ്ട തിരക്കിൽ നമ്മൾ NCERT നോക്കാൻ വേണ്ടി നമ്മൾ വിട്ടുപോകും. അങ്ങനെ നമ്മൾ വിട്ടുപോകുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 95% ആണ് നമ്മൾ മിസ്സാക്കുന്നത്. അത് മാത്രമല്ല, പല ബുക്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ മിസ് വേറെ ബുക്സ് ഒന്നും പഠിക്കണ്ടേ? മക്കളെ, വേറെ ബുക്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നീറ്റിന് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. ഓക്കെ, അതിൽ ബയോളജിയിലാണ് നമ്മളുടെ 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. 45 എണ്ണം ബോട്ടണി, 45 എണ്ണം സുവോളജി. ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ മതി. NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തൊരു ബുക്കിൻ്റെ ആവശ്യമില്ല. കെമിസ്ട്രിയും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഫിസിക്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് നല്ല ടെക്സ്റ്റ് ബുക്കൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. ഓക്കെ, NCERT വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ഞാൻ എൻ്റെ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിൻ്റെത് കണ്ടിട്ടേയില്ല. ഒരു തവണ ഞാൻ ബുക്ക് വാങ്ങിക്കുകയല്ല ചെയ്തത്, എൻ്റെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തത്. ആ ബുക്ക് ഒരു തവണ ഞാൻ വായിക്കാനൊന്ന് ട്രൈ ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നൊരു കുട്ടി കൂടി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അലക്സാറിനോടൊക്കെ ചോദിക്കുമ്പോൾ അലക്സാർ പറയും ഇത് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടിക്കും മലയാളം മീഡിയം പഠിച്ച കുട്ടിക്ക് പോലും ഫിസിക്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
സാറിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ NCERTനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കി തരാനാണ് ഈ എക്സ്ട്രാ ബുക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ബുക്സ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതല്ല നിങ്ങൾ ഇതിനൊരു പകരം നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എവിടെയെങ്കിലും പോയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡീഷണൽ ബുക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിൽ നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാത്ത കാര്യവും നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇവിടെ നല്ല ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, നമ്മളുടെ എക്സാമിനറിൻ്റെ ഇപ്പോൾ +1 അഗ്നി ബാച്ചിലും പൃഥ്വി ബാച്ചിലും അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരും, എന്താണ് NCERT ഉദ്ദേശിച്ചതെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾ വേറെ ബുക്സ് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, PYQs പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയി. റെഡി? ഇനി ഇപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൃഥ്വി ബാച്ചാണ് നിങ്ങളുടെ നീറ്റ് ബാച്ച്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഗ്നി പ്ലസ് നീറ്റ് ആണ് കിട്ടുക. അപ്പോൾ അഗ്നി പ്ലസ് നീറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അഗ്നിയുടെ ക്ലാസ്സും ഉണ്ടാവും, നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ അഗ്നിയുടെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ NCERT നമ്മൾ കംപ്ലീറ്റ് അവിടെ കവർ ചെയ്യും. NCERT കംപ്ലീറ്റ് അവിടെ കവർ ചെയ്യും വിത്ത് കോൺസെപ്റ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ ഈ നീറ്റിൻ്റെ ക്ലാസ് നിങ്ങൾ നീറ്റിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആണ്. അപ്പോൾ മിസ് പറഞ്ഞില്ലേ സിലബസിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ടെന്ന്, ആ അഡീഷണൽ കാര്യങ്ങളും പിന്നെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുമാണ് നമ്മൾ ഈ നീറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എക്സാംസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലെക്ചർ ഉണ്ടാകും. ആ ലെക്ചറിൻ്റെ കൂടെ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ജോയിൻ ചെയ്ത് അവിടുത്തെ ക്ലാസ്സുകൾ കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ഓക്കെ, ഒരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ഇങ്ങനെ നോട്ട് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ആ ത്രൂ ഔട്ട് ക്ലാസ്സിൽ, നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മളൊരു നോട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെയാണ് കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവിലൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിൻ്റെതും ഉണ്ടാകും, അതുപോലെ നീറ്റ് എക്സാമിൻ്റെതും ഉണ്ടാകും. പിന്നെ നിങ്ങൾ മാക്സിമം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഷീറ്റിലൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജേർണി കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ +1 പോകണം. അങ്ങനെ +1 പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞത് പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ലാസ്റ്റ് പഠിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ ഈ ഒരു നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നിങ്ങൾ ഈ 2 വർഷം പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നിങ്ങൾ 2 വർഷത്തിന് ശേഷമുള്ളൊരു എക്സാമിൽ ആ ഒരു 3 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ആ കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയധികം തവണ റിവൈസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലെടുത്തൊരു ചാപ്റ്റർ പഠിച്ചു എന്നുള്ളതല്ല, എത്ര തവണ നമ്മളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്തു എന്നുള്ളതാണ് നീറ്റ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻസ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, എവിടെയാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ എഫേർട്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ എൻ്റെ മക്കൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെയാണ് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ.